ഇതെല്ലാം സെമി സിൽക്കിൽ ടെസർ ഫിനിഷിൽ വന്നിട്ടുള്ള സാരീസാണ്. ഒരു 5 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമുക്കൊരു സെമി ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് വെയ്റ്റ് സാരിയും കൂടെയാണ്. ആൻഡ് അപ്പറിലും ലോവറിലും കുറച്ചൊന്ന് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാണ്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ ബോഡി ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരി. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കുമ്പം അത്യാവശ്യം നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയും കൂടെ. ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് സോളിഡിൽ തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ ഒരു സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. എല്ലാം ഒരു ഡാർക്ക് പാലറ്റിൽ വന്നിട്ടുള്ളൊരു സാരീസാണ്. ആൻഡ് അപ്പറിലും ലോവറിലും നല്ലപോലെ ഒന്ന് ഹെവി ആയിട്ട് വന്നിട്ടുള്ളൊരു മിഷൻ എംബ്രോയിഡറി വർക്ക്. അതിന് അൺഈവൻ ആയിട്ട് വന്നിട്ടുള്ളൊരു സ്കാലപ്പ് ഡീറ്റെയിലും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ലോവർ പോർഷനിലാണ് ത്രൂ ഔട്ട് ദ ബോഡി ഇതിലൊരു എംബ്രോയിഡറി, ഒരു ബൂട്ടാസ്, കുഞ്ഞു കുഞ്ഞു ബൂട്ടാസിൻ്റെ ഒരു ഫ്ലവർ പാറ്റേണിലാണ് മിഷൻ എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സോളിഡിൽ തന്നെ എൻഡിലായിട്ട് സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനാണെങ്കിലും 1 ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഒതുങ്ങി ബോഡിയോട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പും കൂടെയാണ്. കണ്ടോ, ദിസ് ഈസ് ദ ലുക്ക് ആൻഡ് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നല്ല രസമുള്ള ഒരു പാറ്റേൺ, നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കിലാണ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീനിൻ്റെ കൂടെ തന്നെ ഒരു മൾട്ടി കളേഴ്സിൽ മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തെടുത്തിട്ടുള്ള കുറച്ചും കൂടെ നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് ഇതാണ്. ആൻഡ് പല്ലു. ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ദിസ് ഈസ് ദ ലുക്ക്. പല്ലു, ബ്ലൗസ് പീസ്. ആൻഡ് DVS 207 എന്ന കോഡിൽ 2749 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് എങ്ങനെയായി കൃത്യമായിട്ടാണ് അത് ഏറ്റവും നല്ല സാരി നോക്കിയെടുക്കുന്നത്? അതായത് ഹാൻഡ് പിക്ഡ് കളക്ഷൻ നമ്മുടെ വരുമ്പോഴത്തേക്ക് ഇത്ര ഭംഗിയാവാനുള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഗൗരി എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് ഞാനിപ്പോൾ പറയത്തുള്ളൂ. കാരണം ഇപ്പം IT പുതിയതായിട്ട് വന്ന ബ്ലൗസസ്, അപ്പം കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അധികം എൻക്വയറീസ് വരുന്ന ബ്ലൗസസ് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹക്കോബ ബ്ലൗസിൽ വൈഡ് വീനെക്ക്, ജ്വല്ലറി ഇല്ലാതെ, ഞാൻ നെക്ക് ലൈൻ ഇല്ലാതെ സിമ്പിൾ ഒരു സ്റ്റഡ് ഇട്ടേക്കണം. എന്നിട്ടും ആ കഴുത്തിന്റെ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് പൊതുവെ ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ഇവിടെ വെച്ച് നോക്കിയത് ഇങ്ങനെ ഈ ബനാറസി ബോർഡർ. പക്ഷെ ഈ സാരിയുടെ കൂടെ ശരി, അത് അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു എനിക്ക് ബോർഡർ വേണ്ട എന്ന് അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അതെ, അത് സട്ടിലായിട്ട് അതിന്റെ കൂടെ അങ്ങ് എഴുകി പോയേക്കാണ്. പെട്ടെന്ന് ദൂരെ നോക്കുമ്പം ഇത് ഫുൾ വീവിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര ഭംഗിയിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് അല്ലേ, ഭയങ്കര രസമായിട്ട്. ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയോ. കാരണം ഷിഫോൺ ആണോ ചിനോൺ ആണോ, നമ്മൾ അതിന്റെ ഫാബ്രിക് എക്സാക്ട്ലി എന്തോ ആണെന്നുള്ളത് നമ്മൾ ഫാബ്രിക്കിനകത്ത് എഴുതിയേക്കാം. ഇത് പക്ഷെ നമുക്ക് ജനറലി നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഷിഫോണിന്റെ ഫീലാണ്. അതിനകത്തൊരു സെൽഫ് വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു മറ്റേ ഫുൾ വരുന്നുണ്ട്, ഒരു ECG പോലത്തെ ഒരു ജക്കാർഡ് വീവിങ് പാറ്റേൺ ഇതിനകത്ത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് അത്രയും ഫൈൻ ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇത് ഫുള്ള്, അതായത് ബോർഡേഴ്സും ബോഡിയിലെ ആ ഒരു ഡിസൈൻ പാറ്റേണും നോക്കുമ്പം വീഡിയോക്കകത്തൊരു ലെഹർ പോലെ അല്ലേ, അങ്ങനെ ബേബി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ടെക്സ്ചറിങ് ഇഫക്റ്റ് ആണ് വന്നേക്കുന്നത് ഫുള്ളായിട്ട്. പക്ഷെ അതൊരു വീവിങ് സ്റ്റൈലിലാണ്.
ഇപ്പം ഫ്ലോയി ആയിട്ടുള്ള സാരീസ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ഇച്ചിരി ടമ്മി ലൈൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹൈഡ് ചെയ്ത് ഉടുക്കാനായിട്ടും നല്ലതാണ്. പക്ഷെ ഞാനിന്നിപ്പം എയർ പിടിച്ച് നിൽക്കുക കേട്ടോ. ടമ്മി ടക്കറൊക്കെ ഇട്ടിട്ട് ഉടുക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല ബോഡി ഷേപ്പോട് കൂടി നിൽക്കും. ഞാനിപ്പോൾ ഇത്രയും നേരമായിട്ട് എയർ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് അങ്ങനെ ഒതുങ്ങുന്നത്. ഞാനിതിപ്പം ഒതുക്കി പിടിച്ചേക്കാം, ഇനി ഞാൻ ശ്വാസം വിടും. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റൈലിങ് ചെയ്ത് കൊടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഓരോ സാരീസും ഇൻഡിവിജ്വലി ഭയങ്കര രസമുള്ള സാരീസാണ്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രീ ബുക്കിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. കാരണം ഈ സാരീസ് എല്ലാം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എല്ലാ ഡിസൈൻസും കണ്ടിട്ട് നമുക്ക് പ്രൈസ് പറയാം. ഓക്കെ. ഓരോ സാരീസിൻ്റെയും ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ്. അതിനനുസരിച്ച് അതിന് ഭയങ്കര രസവും വന്നിട്ടുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പം ഈ സാരീസിൻ്റെയൊക്കെ പ്രൈസ് ഞങ്ങൾ ലാസ്റ്റേ പറയുന്നുള്ളൂ. ശ്യാമേ എഡിറ്റ് ചെയ്ത് ആദ്യം തന്നെ പ്രൈസ് എടുത്തിട്ടത് കോഡ് മാത്രം എൻ്റർ ചെയ്തിട്ടാൽ മതി കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന ആളുടെ പേരാട്ടോ ശ്യാം. അപ്പോൾ ദേ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് സാരി. നമുക്ക് എല്ലാവർക്കും അറിയാം പിച്ച്വായി ഇൻസ്പയർഡ് ആയിട്ടുള്ള ലോട്ട് ഓഫ് മോട്ടീഫാണ്. ആ ഒരു ഗോൾഡൻ മസ്റ്റേർഡിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു പിങ്ക് ടോൺ, അതായത് നമ്മുടെ സാൻഡൽ യെല്ലോ പോലെയും എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? സാൻഡൽ യെല്ലോ എന്ന് പറയുമ്പം ചന്ദനം അതല്ലേ കളഭം? അല്ലല്ലേ, അത് ഡബിൾ ലെയറിൽ പിടിച്ചിട്ടല്ലേ, സിംഗിൾ ലെയറിലൊന്ന് പിടിച്ച് കുറച്ചും കൂടെ പെയിൽ യെല്ലോ ആണ്. അപ്പം ആ ഒരു ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എനിക്ക് കളഭത്തിന്റെ കളറായിട്ട് തോന്നുന്നില്ല. ഓക്കെ. അപ്പം ബോർഡേഴ്സിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വീവിങ് ആണ്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഇതും ഡ്രേപ്പ് ചെയ്ത് കണ്ടാലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ബ്ലൗസ് ബ്രൈറ്റർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. കണ്ടോ, ബ്ലൗസിനകത്ത് ശരിക്കും ആ വീവിങ് പാറ്റേൺ നമുക്ക് പ്രോമിനൻസ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഗോൾഡൻ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് ആ വീവിങ് അത്രയും വിസിബിൾ ആയിട്ട് വരാതെ. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ കോൺട്രാസ്റ്റ് ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ. ഒരു അടുത്ത സാരി എടുത്തോടാം. ഇത് കോൺട്രാസ്റ്റ് ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ അതേ സെയിം ഫാബ്രിക്കിൽ ബിഗ് ഫ്ലവേഴ്സ് കണ്ടോ. ഇതൊരു ഇച്ചിരിയും കൂടെ യെല്ലോ ടിൻറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. ഇതിനകത്തും നെഗറ്റീവ് പ്രിൻറ്റിങ്ങും ഉണ്ട്, കളേർഡ് പ്രിൻറ്റിങ്ങും ഉണ്ട്. ക്ലോസറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെയെല്ലാം ആ നെഗറ്റീവ് പ്രിൻറ്റിങ് കാണാമല്ലോ അല്ലേ. നെഗറ്റീവ് പ്രിൻറ്റിങ്ങും ഉണ്ട്, ഇതുകൊണ്ട്. ഇതിനകത്ത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിനകത്ത് നമുക്ക് ആ ഒരു പ്രിന്റ് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇതിന് ഇച്ചിരിയും കൂടെ വേറൊരു കളർ സാൻഡൽ ആണോ? ഇതിനാണല്ലോ സാൻഡലിന്റെ കണ്ടോ, ഈ കളർ വരുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ നനഞ്ഞിരിക്കുന്ന അല്ലേ ചേച്ചി, ആ കളഭത്തിനകത്തിരിക്കുന്ന പാത്രത്തിൽ നമ്മള് വെച്ചേക്കുന്ന ആ ഒരു ഇതില്ലേ. അപ്പം ആ ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഇത് ഇച്ചിരിയും കൂടെ യെല്ലോയിഷ് ടിൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഫാബ്രിക് പൊതുവെ ജോർജറ്റ്സിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. ഷിഫോൺ എന്ന് പറയുമ്പോഴും നമുക്ക് ഫീൽ ജോർജറ്റും എനിക്ക് ഫോട്ടോസിനകത്തും ഒക്കെ നല്ല രസമാണ്. നേരിട്ട് കാണുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി അതിനൊരു ഡൾ ഫാബ്രിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ മാത്രമല്ല നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗും കൂടി, പക്ഷെ ഇതിനെ കുറച്ചും കൂടി ഒരു ലാസ്റ്റിംഗ് ഫീൽ വരുന്നുണ്ട്. അത് പവർലൂം ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിപ്പം ഏതൊക്കെ ഒക്കേഷൻസിന് കൊടുക്കാമെന്നല്ലേ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ, ചെറിയൊരു പാർട്ടി വെയർ അല്ലേ, പാർട്ടി ലുക്കിനും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ കാഷ്വൽ ലുക്സിൽ സ്റ്റൈലിംഗ് ചെയ്ത് സാരീസ് കൊടുക്കാനായിട്ട്, പിന്നെ ഒരു കളർ തീം ബേസ്ഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ കൂടെ പേൾ ജ്വല്ലറി, നമ്മൾ ഡെയിലി വെയർ ചെയ്യുന്ന ഗോൾഡൻ ജ്വല്ലറി ഒക്കെ പെയർ ചെയ്താലും നല്ല ഭംഗി. ഓരോ സാരീസും ഇന്നിപ്പോൾ നമ്മൾ കണ്ട 4 ഡിഫറെൻറ്റ് സാരീസ് ആയിരുന്നു ഈ സെയിം ഫാബ്രിക്. അതിൻ്റെതായ രീതിയിൽ ഡിഫറെൻ്റ്, ഭയങ്കര ഡിഫറെൻ്റ്. ഇതെല്ലാം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്ത പ്രിൻറ്റ്സും ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഇപ്പം ഒത്തിരി കോമൺ ആണ്. അത് എല്ലാം ഡിജിറ്റലും അല്ല, സബ്ലിമേഷനും ഉണ്ട്, ഡിജിറ്റലും ഉണ്ട്. ഇതിപ്പം പ്യുവർ ഡിജിറ്റൽ അല്ല കണ്ടോ. ബാക്ക് സൈഡിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ്, ബാക്ക് സൈഡിൽ ഇച്ചിരി വൈറ്റിഷ് കളർ കണ്ടോ. ഫാബ്രിക്കിൻ്റെ യാൺസ് പ്യുവർ ആണ്. പ്യുവർ എന്ന് പറഞ്ഞാൽ മിക്സ്, അതുകൊണ്ടാണ് അതിൻ്റെ ആ കളറ് റോങ് സൈഡിലും കൂടെ വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഇത്രയും സാരീസിൻ്റെ ലുക്ക്. അപ്പം ഇതിൽ ഏത് സാരി ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? ഇഷ്ടപ്പെട്ട എന്തായാലും എൻ്റെ ഫസ്റ്റ് അത് ഞാൻ ഉടുത്തേക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യണം ഉറപ്പായിട്ടും. ഇന്നിപ്പോൾ നമ്മൾ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഒന്നൊരു ലെഹർ പാറ്റേൺ ബോർഡർ ഡീറ്റെയിലിൽ ക്രീമിനകത്ത് പീച്ചിഷ് മെറൂൺ അല്ല പീച്ചിഷ്
അല്ലേ? ഒരു പീച്ച് ടോൺ ബേൺഡ് ആയിട്ടില്ല, ഡാർക്ക് പീച്ച് ഡാർക്ക് പീച്ച് ഷെയ്ഡിനകത്താണ് വന്നേക്കുന്നത്. അത് ഫുള്ളായിട്ട് നമ്മൾ പ്യുവർ സാരീസിനകത്ത് സീക്വൻസ് വീവിങ് വന്നിട്ടുള്ള പാറ്റേണിൻ്റെ ആ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വൺ വന്നേക്കുന്നത് ദേ റോസാപ്പൂവിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് അനദർ വൺ ചേച്ചിയും കിട്ടും. നമുക്കൊരു ലോട്ടസ് ഡിസൈൻ വരുന്നുണ്ടായിരുന്നു. യെസ്, ലോട്ടസ് മോട്ടീഫിൻ്റെ പിച്ച്വായി ഇൻസ്പയർഡ് ആയിട്ടുള്ള ലോട്ടസ് മോട്ടീഫ്. പിച്ച്വായി ഇൻസ്പയർഡ് ആകുമ്പോഴാണ് ഗൗരി അത് എപ്പോഴും ഈ തണ്ടും ഇലയും എല്ലാം കൂടെ കാണിക്കുന്നത്. ആൻഡ് ഇതൊരു അബ്സ്ട്രാക്ട് ഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരു ലോട്ടസ് അബ്സ്ട്രാക്ട് എന്ന് വേണമെങ്കിൽ ഒരു ആമ്പൽപ്പൂ, ആമ്പലിന്റെ അബ്സ്ട്രാക്ട് എന്ന് പറയാം. യെസ്. അപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ നേച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൻ്റെ 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ 3 ഡിഫറെൻറ്റ് ലുക്കിൽ വന്നേക്കുന്ന ഫ്ലവേഴ്സും അതിൻ്റെ കൂടെ തന്നെ അബ്സ്ട്രാക്ട് ഡിസൈനുമായിട്ടുള്ള ജോമെട്രിക് ഫീലും കൂടെ കൊടുത്ത് ചെയ്തേക്കുന്നു കളക്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട് ദിസ് കളക്ഷൻ. പ്രൈസ് പറഞ്ഞില്ല. എത്രയാ? 1849. ജസ്റ്റ് ഫോർ 1849. പാർട്ടി വെയർ കളക്ഷൻ നോക്കുവാണോ? ഇപ്പോൾ ഫെസ്റ്റീവ്സും വെഡിങ് ഫംഗ്ഷൻസും ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ വരുന്ന ഒരു ടൈം ഫ്രെയിമാണ്. ഹോളി കമ്മ്യൂണിയൻ ആണെങ്കിലും ബാപ്റ്റിസം ആണെങ്കിലും ഇൻവിറ്റേഷൻ കാർഡുകൾ ഇങ്ങനെ റെഗുലറായിട്ട് നമുക്ക് വാട്സപ്പിൽ കിട്ടുന്നുണ്ടാവും. അപ്പം ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഫങ്ഷൻസിന് പോകാനായിട്ടും ഒക്കെ നമ്മൾ അറ്റയേഴ്സ് നോക്കുന്നുണ്ടല്ലേ. അതിന് പറ്റിയ 3 കളർ ഷെയ്ഡ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഡേ ലൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ഒരേപോലെ പെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ഇത് ഒരു പേസ്റ്റൽ ഒലിവ് ഷെയ്ഡിൻ്റെ ഒരു ഡസ്റ്റി ചാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചാർട്ടിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഓർഗൻസ, അതും പ്യുവർ വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കാണ് കേട്ടോ. അത് പ്യുവർ വിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ചൂടിലല്ല ചെയ്തേക്കുന്നതെങ്കിൽ ഇതിനകത്ത് നമുക്ക് തുണി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. PHU 150 എന്ന കോഡിൽ 4399 പ്രൈസ് റേഞ്ചിലാണ് ഈ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, യോക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു ക്രൂ നെക്ക് പാറ്റേൺ ആണെങ്കിലും ഓപ്പൺ നെക്ക് പാറ്റേൺ ആണെങ്കിലും ഒരേപോലെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ സെയിം ടോണിൽ വന്നേക്കുന്ന സീക്വൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയിൽ ക്രോഷ്യോ ലേസ്, അതായത് ലാഡർ ലേസ് കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ലേസ് കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് എംബ്രോയ്ഡറീസ് കൊടുത്തിട്ടുണ്ട്, സ്കാലപ്പ് എൻഡും വരുന്നുണ്ട് കണ്ടോ. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നേക്കുന്നത്. ഈ ദുപ്പട്ട ഇത്രയും വർക്ക് വന്നേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വരുന്നത്. ആൻഡ് പ്യുവർ വിസ്കസ് ഓർഗൻസയാണ്, വളരെ കംഫർട്ടബിളായിട്ട്. ഇപ്പോൾ ഇത് നോർമലി ഓർഗൻസ ദുപ്പട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒഴുകി ചാടി പോവില്ലേ. ഇത് വളരെ കംഫർട്ടബിളായിട്ട് അവിടെ കിടക്കുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടവും നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ. ഇച്ചിരി ഒരു ചാണാപ്പച്ച ചേർന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. ആൻഡ് സെക്കൻഡ് വൺ വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേൺഡ് സൺസെറ്റ് പീച്ച് എന്ന് നമുക്ക് വിളിക്കാവുന്ന കളർ പാലറ്റാണ്. സെയിം പാലറ്റിൽ തന്നെ, അതായത് എംബ്രോയ്ഡറി ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. ആൻഡ് ദുപ്പട്ടയിലും അതേപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ഒരു ഫ്ലാഷി ലുക്കിലല്ല കേട്ടോ എൻ്റെ സീക്വൻസിൻ്റെ ആ ഒരു ഇത് വരുന്നേക്കുന്നത്. കാരണം അത് ആ ഒരു ടോൺ ടു ടോൺ കോമ്പിനേഷൻ, അത് ചെറിയൊരു ഗ്ലിറ്ററി ഫീലുള്ളൂ. ഒത്തിരി ഗ്ലിറ്റേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റയറാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിൽ ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം കേട്ടോ ജഗൻ. ഇതുണ്ടോ, എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിനകത്ത് ആ ഫ്രഞ്ച് നോട്ടും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ത്രെഡും യൂസ് ചെയ്തിട്ടുള്ളൊരു തിക്ക് വർക്ക് തന്നെയാണ് എൻ്റെ സെൻറ്റർ പോർഷനിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ചുറ്റും ആ ഒരു സ്കാറ്ററിങ് ഫീലും. ഇതും സെക്കൻഡ് വൺ വന്നേക്കുന്നു. ആൻഡ് ഇതിൻ്റെയും കോഡ് PHU എന്ന കോഡിൽ തന്നെയാണ് സെക്കൻഡ് കളർ. ആൻഡ് ഇനി ഇതിനകത്ത് തേർഡ് വൺ ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് കളർ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം കളറ്. PHU 151 എന്ന കോഡിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇത്രയും നേരവും ടോൺ ടു ടോൺ ആണ് കണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കോൺട്രാസ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയർ ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടോ, ഒരു ഗ്രേയിഷ് ബ്ലൂ അല്ലേ, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. തയ്ച്ചിടുമ്പോഴാണ് ഈ സെറ്റ്സിനൊക്കെ ഏറ്റവും ഭംഗി വരുന്നത്. വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് പ്യുവർ വിസ്കസ് ഓർഗൻസ ഫാബ്രിക്, ഹൈ
അതിൻ്റെ ആ ഒരു പിന്നെ ഗേജ് വെച്ചിട്ടാണ്, അതിൻ്റെ വെയിറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഇതാണ്. ആൻഡ് അതിൻ്റെ കൂടെ സാൻറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്ലാക്ക് ടു ബ്ലാക്ക്. പേഴ്സണൽ യൂസിന് സ്ലിം ലുക്ക് ഇഷ്ടം ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഇതൊരു നമ്മളൊരു 3/4 സ്ലീവ് ആയിട്ടൊക്കെ കൈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇത് ഓർഗൻസ ആയത് കാരണം ഇച്ചിരി ലൂസ് ഇട്ടിട്ട് വേണം കേട്ടോ ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ ചെയ്യുവാണെങ്കിൽ. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. 4399 പ്രൈസ് റേഞ്ചിലാണ്. PHU 150 മുതൽ 152 വരെയുള്ള കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.